തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, സൃഷ്ടിയാണ്. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടിയല്ല അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കുടുംബം, സഭ, സമൂഹം എല്ലായിടത്തും ബന്ധങ്ങളാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഒന്നാമതായി, ദൈവസ്നേഹം എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. ഉൽപ്പത്തി പുസ്തകം 2:18 വായിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം തന്നെ ബന്ധത്തിന്റെ ആവശ്യകത പ്രഖ്യാപിക്കുക. 1 യോഹന്നാൻ 4:7 വായിക്കുന്നു, സ്നേഹം ദൈവത്തിൽ നിന്നുള്ളത്. സ്നേഹമാണ് എല്ലാ ആരോഗ്യകരമായ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. ക്രിസ്തീയ ചിന്തകനായ C.S. ലൂയിസ് എഴുതുന്നുണ്ട്, ടു ലവ് ടു ഓൾ ഈസ് ടു ബി വൾനറബിൾ. സ്നേഹിക്കുക എന്നത് മനസ്സിനെ തുറക്കുക എന്നതാണ്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ തുറന്ന മനസ്സ്, ഇമോഷണൽ ഓപ്പൺനെസ്, വിശ്വാസം വളർത്തുന്നു. വിശ്വാസമില്ലാത്തിടത്ത് ബന്ധം നിലനിൽക്കുകയില്ല. 2, സഹാനുഭൂതി. എമ്പതി ബന്ധങ്ങളുടെ മാനസിക അടിത്തറയാണ്. റോമർക്കെഴുതിയ ലേഖനം 12:15 വായിക്കുന്നു, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുകയും. ഇത് സഹാനുഭൂതിയുടെ ബൈബിൾ വ്യാഖ്യാനമാണ്. മറ്റൊരാളുടെ വേദനയും സന്തോഷവും അനുഭവിക്കുവാൻ പഠിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ റോജേഴ്സ് പറഞ്ഞിട്ടുണ്ട്, when someone really hears you without passing judgment, it feels good. വിധി പറയാതെ കേൾക്കുന്നത് മനുഷ്യബന്ധത്തിന്റെ ഔഷധമാണ്. ഇന്നത്തെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും നാം മറ്റുള്ളവരെ കേൾക്കുവാൻ തയ്യാറാകാത്തതിലാണ്. 3, ക്ഷമയും സമാധാനവും. ബന്ധങ്ങളുടെ പുനരുത്ഥാനം. ബന്ധങ്ങളിൽ തർക്കം സ്വാഭാവികമാണ്, പക്ഷെ അത് അവസാനമാകേണ്ടതില്ല. എഫേസ്യർ 4:32 വായിക്കുന്നുണ്ട്, ഒരുത്തൻ മറ്റൊരുത്തനെ ദയയുള്ളവരായി അവനോട് ക്ഷമിച്ചുകൊള്ളുവിൻ. ക്ഷമ ഒരു മനുഷ്യന്റെ ദുർബലതയല്ല, അത് അവന്റെ മാനസിക ശക്തിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, the weak can never forgive. Forgiveness is the attribute of the strong. മനഃശാസ്ത്രപരമായി ക്ഷമ മനസ്സിലെ സമ്മർദ്ദം കുറയ്ക്കുന്നു, മാനസിക സമാധാനം നൽകുന്നു. ദേഷ്യം പിടിച്ചു നിർത്തുന്നത് നമ്മെ തന്നെ തളർത്തിക്കളയുന്ന അനുഭവമാണ്. അതുകൊണ്ട് ക്ഷമ പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. 4, സുവർണ നിയമം എന്നത് ബന്ധങ്ങളുടെ നൈതിക മാർഗമാണ്. മത്തായി ശ്ലീഹ 7:12 പറയുന്നു, നിങ്ങൾക്ക് മനുഷ്യർ ചെയ്യേണ്ടതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ അവർക്ക് ചെയ്യുക. ഇതാണ് ബന്ധങ്ങളുടെ സുവർണ നിയമം, ഗോൾഡൻ റൂൾ ഓഫ് ലവ്. ഇത് പാലിച്ചാൽ സമൂഹത്തിൽ സമാധാനവും നീതിയും വളരും. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞു, ഡാർക്ക്നെസ് cannot drive out darkness, only light can do that. Hate cannot drive out hate, only love can do that. വൈരത്തെ ജയിക്കാൻ സ്നേഹം മാത്രമാണ് വഴി. പ്രിയരെ, സമൂഹത്തിലെ ആരോഗ്യകരമായ ബന്ധങ്ങൾ 3 തൂണുകളിൽ നിൽക്കുന്നു. 1, ദൈവസ്നേഹം. 2, സഹാനുഭൂതി. 3, ക്ഷമ. മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും വിശ്വാസവുമുള്ള ബന്ധങ്ങൾ മനുഷ്യന്റെ മാനസികാരോഗ്യത്തിനും ജീവിത സന്തോഷത്തിനും അടിസ്ഥാനമാണ്. ബൈബിൾ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, സ്നേഹത്തിൽ തന്നെ വളരുവീൻ. എഫേസ്യർ 4:15. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.